ഹലോ ഫ്രണ്ട്സ്, ലിക്വിഡ് പ്രൊപ്പലേഷൻ സിസ്റ്റം സെൻറ്റർ അതായത് LPSSCയിലേക്കാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 19/8/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് 10/9/2024 വരെയാണ്. ഡേറ്റ് പ്രത്യേകം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയമല നിയർ തിരുവനന്തപുരം അറ്റ് ബാംഗ്ലൂരു ആണ്. ഏതൊക്കെയാണ് വേക്കൻസി എന്നുള്ളത് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് തസ്തികയിലേക്ക് മെക്കാനിക്കൽ വേക്കൻസി 10 എണ്ണമാണുള്ളത്. അതേപോലെ ഇലക്ട്രിക്കലിലേക്ക് ഒരു വേക്കൻസിയും, ടെക്നീഷ്യൻ B തസ്തികയിലേക്ക് വെൽഡറിൻ്റെ ഒരു ഒഴിവും, ഇലക്ട്രോണിക് മെക്കാനിക്ക് 2 ഒഴിവും, അതേപോലെ ടർണറിലേക്ക് ഒരു ഒഴിവുമാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലേക്ക് ഒരു ഒഴിവാണ് ഉള്ളത്. ഫിറ്റർ വിഭാഗത്തിലേക്ക് 5 ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. മെഷീനിസ്റ്റ് തസ്തികയിലേക്ക് ഒരു ഒഴിവാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ 5 ഒഴിവുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഒഴിവ് വന്നിട്ടുള്ളത് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ A ഗ്രേഡാണ്. അതിലേക്ക് 2 ഒഴിവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത പോസ്റ്റ് വന്നിരിക്കുന്നത് കുക്കിൻ്റേതാണ്. ആ കുക്കിൻ്റെ ഒഴിവിലേക്കായിട്ട് ഒരു ഒഴിവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്നും അതേപോലെ ഏതൊക്കെ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ 5 വർഷമൊക്കെ വയസ്സിളവിൽ ലഭിക്കും നിയമാനുസൃതമായ കാറ്റഗറിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അതായത് ഓരോ തസ്തികയ്ക്കും വിവിധ തരത്തിലാണ് ആപ്ലിക്കേഷൻ ഫീസ് വന്നിരിക്കുന്നത്. ഏതാണ്ട് 100 രൂപ മുതൽ 750 രൂപ വരെയാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ തസ്തികയിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് എന്ന് വെച്ചാൽ വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വായിച്ച് നോക്കുകയും അതേപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും കാണാം.